ഹലോ മാവറിക്സ്, നിങ്ങൾ ഇൻ്റർനെറ്റിൽ കാണാൻ വളരെയധികം അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരുപാട് മെയിൽ മോഡൽസിനെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കാം. അവർ തന്നെ അട്രാക്റ്റീവ് ആക്കി വെക്കാനായി ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. നിങ്ങൾക്കും ഒരു മെയിൽ മോഡലിനെ പോലെ അട്രാക്റ്റീവ് ആകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോയിൽ ഇതിനായി സഹായിക്കുന്ന 6 ഉപകാരപ്രദമായ ടിപ്സ് പറയുന്നതായിരിക്കും. ഈ വീഡിയോ വളരെയധികം സ്പെഷ്യലാണ്. ഈ വീഡിയോയുടെ തുടക്കം മുതൽ ഒടുക്കം വരെ ഒരു പാർട്ട് പോലും മിസ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇന്ന് തന്നെ മല്ലു മാവറിക്സ് ഫാമിലിയുടെ ഒരു അംഗമാവുക. നമ്പർ 6, ഹാവ് എ ഗുഡ് ഹെയർ സ്റ്റൈൽ. ഒരു മെയിൽ മോഡലിനെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവരെപ്പോഴും ഒരു നല്ല ഹെയർ സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുന്നവരായിരിക്കും. ഒരു നല്ല ഹെയർ സ്റ്റൈൽ എന്നത് നിങ്ങളുടെ ഓവറോൾ ലുക്കിനെ എൻഹാൻസ് ചെയ്യുന്നതിൽ വളരെ വലിയൊരു റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. എന്നാലും മിക്കവരും ചെയ്യുന്നൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ അവർ ഏതെങ്കിലും ഒരു ഹെയർ സ്റ്റൈലിൽ തന്നെ ബാർബറിനെ കാണിച്ച് അതിനനുസരിച്ച് മുടി വെട്ടിക്കും. അവർക്കത് ഒട്ടും ചേരുന്നുണ്ടായിരിക്കില്ല. നിങ്ങൾ നിങ്ങളുടെ ഹെയർ സ്റ്റൈലിന് അട്രാക്റ്റീവ് ആയിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേസ് ഷേപ്പിനനുസരിച്ചുള്ള ഹെയർ സ്റ്റൈൽ വേണം തിരഞ്ഞെടുക്കാൻ. എങ്കിൽ മാത്രമേ ആ ഹെയർ സ്റ്റൈലിന് നിങ്ങളെ സ്യൂട്ട് ചെയ്യൂ. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസ് ഷേപ്പ് അറിയില്ലെങ്കിലോ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ഹെയർ സ്റ്റൈൽ എന്താണെന്ന് അറിയില്ലെങ്കിലും അതിനെക്കുറിച്ച് നമ്മൾ ആദ്യം തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഐ ബട്ടണിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി നൽകാം. നമ്പർ 5, പെർഫെക്റ്റ് ജോ ലൈൻ. മെയിൽ മോഡൽസിനെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അവരുടെ പെർഫെക്റ്റ് ജോ ലൈൻ. ഇതും നിങ്ങളെ അട്രാക്റ്റീവ് ആക്കാൻ വളരെ വലിയ റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. ജോ ലൈൻ ബേസിക്കലി നിങ്ങളുടെ മുഖത്തിൻ്റെ ഈ ഒരു ഭാഗമാണ്. നിങ്ങളൊരു സ്കിന്നി അല്ലെങ്കിൽ ലീൻ ആയിട്ടുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ജോ ലൈൻ ഓൾറെഡി പെർഫെക്റ്റ് ആകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. എന്നാൽ നിങ്ങൾ കുറച്ച് വണ്ണമുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ജോ ലൈന് അത്ര പെർഫെക്റ്റ് ആയിരിക്കണമെന്നില്ല. അല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ഡബിൾ ചിൻ ഉണ്ടായിരിക്കാം. പലരും ബബിൾക്കം ചവയ്ക്കുന്നതിലൂടെ ഫേസ് ഫാറ്റ് കുറയ്ക്കാൻ കഴിയുമെന്ന് ക്ലെയിം ചെയ്യാറുണ്ട്. എന്നാൽ ഒരു നല്ല ജോ ലൈൻ അച്ചീവ് ചെയ്യാനുള്ള ഏറ്റവും എളുപ്പമാർഗ്ഗം നിങ്ങളുടെ ഓവറോൾ ഫാറ്റ് കുറയ്ക്കുന്നതാണ്. അതിനായി ഒരു നല്ല പ്രോട്ടീൻ റിച്ച് എന്നാൽ അരിയാഹാരങ്ങൾ കുറഞ്ഞ ഡയറ്റ് എടുക്കണം. ഇതിനായി കുറച്ച് ജോ ലൈൻ എക്സസൈസസ് ഉണ്ട്. അതിനെക്കുറിച്ചുള്ള വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ ജോ ലൈൻ എന്ന് താഴെ കമൻറ്റ് ചെയ്യുക. നമ്പർ 4, ഫോളോ എ ഗുഡ് സ്കിൻ കെയർ റൂട്ടീൻ. നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിനെ ഗ്ലോവിങ്ങും അതുപോലെ തന്നെ പിമ്പിൾ ഫ്രീ ആക്കണമെങ്കിൽ ഒരു നല്ല സ്കിൻ കെയർ റൂട്ടീൻ കൂടിയേ തീരും. അതിനായി ആദ്യമേ രാവിലെയും വൈകുന്നേരവും ഫേസ് വാഷ് ഉപയോഗിക്കുന്നത് ശീലമാക്കുക. ഫേസ് വാഷ് ഉപയോഗിച്ചതിന് ശേഷം ഒരു ടോണറും അപ്ലൈ ചെയ്യുക. അതിനുശേഷം സ്കിന്നിനെ മോയ്സ്ചറൈസ് ചെയ്യാനായി ഒരു മോയ്സ്ചറൈസർ ഉപയോഗിക്കുക. ഇനി നിങ്ങൾ രാവിലെ വെയിലത്ത് പുറത്തു പോകുന്നൊരു വ്യക്തിയാണെങ്കിൽ ഒരു നല്ല സൺസ്ക്രീൻ ഉപയോഗിക്കാൻ മറക്കരുത്. ഇത് ഉപയോഗിക്കുന്നതിലൂടെ സൂര്യപ്രകാശം നിങ്ങളുടെ സ്കിന്നിന് ഡാമേജ് ഉണ്ടാക്കില്ല. ഇതിനോടൊപ്പം തന്നെ ദിവസം മുഴുവൻ നല്ല രീതിയിൽ വെള്ളം കുടിക്കാനും ശ്രമിക്കുക. നമ്പർ 3, റിമൂവ് അൺവാണ്ടഡ് ഫേഷ്യൽ ഹെയർസ്. മുഖത്തിൻ്റെ പല ഭാഗങ്ങളിലും ആവശ്യമില്ലാത്ത ഹെയർ ഗ്രോത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഉദാഹരണത്തിന് നിങ്ങൾക്ക് യൂണിബ്രോസ് ഉണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ 2 പുരുകങ്ങളും ഒരുമിച്ച് മുട്ടുന്നുണ്ടെങ്കിൽ ആ പുരുകങ്ങൾക്കിടയിലത്തെ ഭാഗം ഒന്നെങ്കിൽ ട്വീസേഴ്സ് ഉപയോഗിച്ച് നിങ്ങൾ തന്നെ റിമൂവ് ചെയ്യുക അല്ലെങ്കിൽ ത്രെഡിങ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ബിയേർഡ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ചിഹ്ന വരെ മാത്രം ബിയേർഡ് വെക്കാൻ ശ്രമിക്കുക. നെക്കിലേക്ക് ഇറങ്ങിയുള്ള താടി ഷേപ്പ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ താടിയുടെ ഹെയർ ലൈനിന് മുകളിലേക്കുള്ള ചെറിയ ചെറിയ രോമങ്ങളും റിമൂവ് ചെയ്യുക. ഇതിനായിട്ട് നിങ്ങളുടെ ബിയേർഡ് ട്രിമ്മറിൽ 0 സെറ്റിംഗ് ഉപയോഗിച്ച് റിമൂവ് ചെയ്യണം. നമ്പർ 2, ഗുഡ് ഡ്രസ്സിങ് സെൻസ്. മെയിൽ മോഡൽസിന് എല്ലാവർക്കും ഒരേപോലെയുള്ള ഒരു കാര്യമാണ് അവരുടെ ഡ്രസ്സിങ് സെൻസ്. അവരുടെ ഷോർട്ട്സും ഷൂസും ഒക്കെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അതിലെ കളേഴ്സും ടൈപ്സും എല്ലാം ഒരു പ്രത്യേക രീതിയിലായിരിക്കും അവർ സെലക്ട് ചെയ്യുക. എന്തിന് അവരുടെ ആക്സസറീസിന് പോലും ആ ഒരു കളർ സ്കീം നമുക്ക് കാണാൻ സാധിക്കും. മെയിൽസിന് ഒരുപാട് ഡ്രസ് ഓപ്ഷൻസ് അവൈലബിൾ ആണെങ്കിൽ കൂടി അതിൽ ചില ഡ്രസ്സ് മാത്രമായിരിക്കും പരസ്പരം കോംപ്ലിമെൻ്ററി. എന്നാൽ ചിലതിൻ്റെ കോമ്പിനേഷൻ അത്രയ്ക്ക് അട്രാക്റ്റീവായി തോന്നില്ല. നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ഡ്രസ്സ് നിങ്ങളെ മറ്റുള്ളവരുടെ മുന്നിൽ അട്രാക്റ്റീവായി പ്രസൻറ്റ് ചെയ്യുന്നതിൽ ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മാച്ചിങ് ആയിട്ടുള്ള ഡ്രസ്സസ് വേണം നിങ്ങൾ സെലക്ട് ചെയ്യാൻ. നമ്മുടെ ചാനൽ ഇനി വരുന്ന വീഡിയോസിലൂടെ ഏതൊക്കെ ഡ്രസ്സസാണ് ബോയ്സിനെ കൂടുതൽ അട്രാക്റ്റീവ് ആക്കുക എന്നതിനെക്കുറിച്ച് ഒരു പുതിയ സീരീസ് തന്നെ നമ്മൾ ചെയ്യാൻ പ്ലാൻ ഇടുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നമ്പർ 1, ബി കോൺഫിഡൻറ്റ്. നോക്കൂ ഫ്രണ്ട്സ്, നിങ്ങളുടെ ഡ്രസ്സിങ് സെൻസ് എത്ര നല്ലതാണെങ്കിലും നിങ്ങൾ സ്കിൻ കെയർ റൂട്ടീൻ എത്ര പെർഫെക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ലെങ്കിൽ ഇതൊന്നും കൊണ്ട് ഒരു ഉപകാരവുമില്ല. മിക്കവർക്കും ഹൈ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ആൾക്കാരെയാണ് അട്രാക്റ്റീവായി തോന്നുക. ഈ മെയിൽ മോഡൽസിൻ്റെ എല്ലാവരുടെയും ഒരു പ്രത്യേകത അവരുടെ ഹൈ കോൺഫിഡൻസ് ലെവലാണ്. ഏത് സിറ്റുവേഷനാണ് അവരെങ്കിലും ഏത് ഡ്രസ്സാണ് അവർ ചെയ്തിരിക്കുന്നതെങ്കിലും അവരിൽ തന്നെ കോൺഫിഡൻ്റ് ആണ്. ഐ ആം എനഫ് എന്നൊരു ഫീലിംഗ് അവർക്ക് എപ്പോഴും ഉണ്ട്. കാരണം ഇവർക്ക് റാമ്പ് വാക്ക് ചെയ്തു ആൾക്കാരോട് സംസാരിച്ചുമൊക്കെ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ കൂട്ടേണ്ടിയിരിക്കുന്നു.
ഇനി എങ്ങനെയാണ് കോൺഫിഡൻസ് കൂട്ടുക എന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ. സ്റ്റേ ഔട്ട് ഓഫ് കംഫോർട്ട് സോൺ. കംഫോർട്ട് സോൺ എടുത്ത് ചവിട്ടുകൊട്ടയിലിടുക. നിങ്ങൾ ചെയ്യാൻ ഭയക്കുന്ന എന്തൊക്കെ കാര്യമാണോ ഉള്ളത് അതെല്ലാം ചെയ്യുക. ജിമ്മിൽ പോകാൻ മടിയാണെങ്കിൽ ജിമ്മിൽ പോവുക. പെൺകുട്ടികളോട് സംസാരിക്കാൻ മടിയാണെങ്കിൽ പെൺകുട്ടികളോട് സംസാരിക്കുക. ഇതല്ലാതെ ഇതിനൊരു സൊല്യൂഷനുമില്ല. കാരണം നിങ്ങൾ നിങ്ങളുടെ ഫിയേഴ്സിനെ ഫേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇത്രയും നാൾ ഞാൻ പേടിച്ചിരുന്നതൊക്കെ വെറുതെ ആയിരുന്നുവെന്ന്, ഇതൊക്കെ ഇത്രയേ ഉള്ളൂവെന്ന്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോ ലൈക്ക് ചെയ്തതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.